അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാനിലേക്ക് നമ്മൾ പ്രവേശിച്ച് ആ റമളാനിൻ്റെ ഏറ്റവും മൂല്യവത്തായ സമയത്തിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. 27-ാം രാവ്, റമളാനിൻ്റെ 27-ാം രാവ്. ഇന്ന് ലോകം ഉറങ്ങില്ല. മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം ഉണ്ട് അവരൊക്കെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന എല്ലാ ചെറുതും വലുതും പെണ്ണും ആണും എല്ലാവരും, മനുഷ്യൻ മാത്രമല്ല എല്ലാ ജിന്നുകളും എല്ലാ മലക്കുകളും ഉണർന്നിരുന്നിട്ട് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്ന, തക്ബീർ ചൊല്ലുന്ന അതിപ്രധാനപ്പെട്ട ഒരു രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് 27-ാം രാവ്, ഈ ഒരു സമയം. നാളെ പകൽ 27-ാമത്തെ നോമ്പാണ്, 27-ാമത്തെ ദിനമാണ്. പ്രധാനപ്പെട്ട ഈ ഒരു സമയത്ത് ഇനി 27-ാം രാവിലും അതുപോലെ തന്നെ 27-ാം ദിനത്തിലും നാളെ പകലിലും നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാവാനും, നമ്മുടെ പ്രയാസങ്ങൾ മാറാനും, നമ്മുടെ രോഗങ്ങൾ ശിഫയാവാനും, നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനും, ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കാനും, ലൈലത്തുൽ ഖദറിൻ്റെ മുഴുവൻ നേട്ടങ്ങളും നമുക്ക് വേഗത്തിൽ നേടിയെടുക്കുവാനും പറ്റിയ അതിപ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഇസ്മുകളും അതുപോലെ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഇന്നത്തെ സദസ്സിൽ പറയാം. കൂടാതെ തൗബയും ഇൻഷാ അല്ലാഹ് നമുക്ക് പറയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ലൈലത്തുൽ ഖദറിനെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇൻഷാ അല്ലാഹ് നമ്മളും പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ രാത്രി പരമാവധി ഹയാത്താക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കണേ. അതിന് പറ്റിയ ഒരു സദസ്സാണ് നമ്മുടെ ഈ സദസ്സ്. ഈ ദിക്റുകൾ ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്തോറും നമുക്ക് ഹയാത്താക്കുന്ന പുണ്യം അല്ലാഹു തആല തരുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ഈ രാത്രിയിൽ ഹയാത്താക്കാനും അതുപോലെ ഇനിയുള്ള തുച്ഛമായ ദിനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് നേരെ നമ്മൾ ദിക്റിൻ്റെ സദസ്സിലേക്ക് പ്രവേശിക്കുകയാണ്, മജ്ലിസിലേക്ക് കടക്കുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇന്നത്തെ മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ 10 നമ്മൾ തൗബ അധികരിപ്പിക്കണം. തൗബയുടെ വാചകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്തിഗ്ഫാർ പറയലാണ്, അസ്തഗ്ഫിറുല്ലാ എന്ന വാക്ക് പറയലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ നമുക്ക് പല രൂപത്തിലും പറയാം. ആദ്യം നമ്മൾ സാധാരണ എപ്പോഴും പറയാറുള്ള തരത്തിലുള്ള ഇസ്തിഗ്ഫാർ, അതൊരു വലിയ നേട്ടമാണ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്തോറും നമുക്ക് അല്ലാഹു ഒരുപാട് നേട്ടങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് ആ ഒരു ഇസ്തിഗ്ഫാർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വിശുദ്ധമായ റമളാനിൻ്റെ അതിശ്രേഷ്ഠമായ രാവാണല്ലോ 27-ാം രാവ്. ആ രാവിലാണ് നമ്മളുള്ളത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു രാവിൽ അതിപ്രധാനമായി അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ദിക്റുകളിൽ മറ്റൊന്നാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും മാപ്പിനെ ചോദിക്കുക.
അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാണ് ആ ദിക്ർ. അല്ലാഹുവേ നീ മാപ്പ് ചെയ്യുന്നവനാണ്, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് റബ്ബേ എനിക്ക് നീ മാപ്പ് തരണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. اللهم إنك عفو تحب العفو فاعف عني 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 اللهم إنك عفو تحب العفو فاعف عني. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇസ്തിഗ്ഫാറാണ്. അതോടൊപ്പം തന്നെ പാപങ്ങൾ മുഴുവനും പുറത്തു തരണേയെന്ന് നമ്മൾ അഡ്വാൻസ് ആയിട്ട് അള്ളാഹുലേക്ക് ചേർത്തി പറയുന്ന ഒരു ദിക്റാണ്. അത് ദിക്റുമാണ്, അതൊരു ഇസ്തിഗ്ഫാറുമാണ്, തൗബയുടെ വചനവുമാണ്. എങ്ങനെയാണ് അത് പറയുന്നത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ذنب وأتوب إليك أستغفر الله العظيم من كل 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 ذنب وأتوب إليك
അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. ഈ പരിശുദ്ധമായ 27-ാം രാവിൽ നമ്മൾ ഇനി അടുത്തതായി ചൊല്ലാൻ പോകുന്ന ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിൽ നിന്നും മോചനം കിട്ടാനും സ്വർഗപ്രവേശനം നമുക്ക് കിട്ടുവാനും നമ്മളോട് പറയാൻ പറഞ്ഞ ഒരു ദിക്റാണ്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ആ ഒരു ദിക്ർ, നരകത്തിൽ നിന്നും അല്ലാഹുവെ മോചിപ്പിക്കണേ, സ്വർഗത്തിലേക്ക് കടത്തണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് നരകമോചനവും സ്വർഗപ്രവേശനവും തന്ന് അനുഗ്രഹിക്കട്ടെ, ആമീൻ. എല്ലാവരും നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി പറയുക. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിലേക്ക് നമ്മൾ ഹംദ് പറഞ്ഞിട്ട് സ്തുതികൾ അർപ്പിച്ചിട്ട് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ അള്ളാഹുവിലേക്ക് തേടുകയാണ്. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ആദ്യം ഒരുപാട് ഹംദ് പറയുക, എന്നിട്ട് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയുക. അതെങ്ങനെയാണ്? ഇൻഷാ അല്ലാഹ് അത് ഈ രൂപത്തിലാണ്. എങ്ങനെയാണ് പറയേണ്ടത്? എല്ലാവരും ഒന്നിച്ചു പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറു
الله من كل ذنب الحمد لله على كل حال أستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال أستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال أستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال أستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال أستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب 27-ാം രാവിന്റെ മുഴുവൻ പുണ്യങ്ങളും ലൈലത്തുൽ ഖദറിന്റെ മുഴുവൻ പ്രതിഫലങ്ങളും നേടാൻ ഇൻഷാ അല്ലാഹ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരൊക്കെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ 4 വരി ബൈത്ത് പാടണമെന്നാണ് ഓരോ മുഅ്മിനായ ആളുകളോടും പറയുന്നത്. കാരണം ഇതൊരു തൗബയുടെ വാക്കാണ്, തൗബയുടെ ബൈത്താണ്, തൗബ ബൈത്താണ്. അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ പറയുകയും അള്ളാഹുവെ നരകത്തെ തൊട്ട് മോചിപ്പിക്കണേ, സ്വർഗത്തിലേക്ക് കടത്തണേ, സ്വർഗത്തിൽ കടക്കാനുള്ള അമലൊന്നും ചെയ്തിട്ടില്ല, നരകത്തിൽ കടക്കാനോ ഞങ്ങൾക്ക് കഴിയുകയുമില്ല എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു 4 വരി ബൈത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചതൊന്ന് പാരായണം ചെയ്യാം. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي
لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم അല്ലാഹുവേ പടച്ചവനെ പരിശുദ്ധമായ 27-ാം രാവിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ എല്ലാവരും പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് റഹ്മാനെ ഹയാത്താക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുകയാ. അതിനുവേണ്ടി നിന്റെ ദിക്ർ പറഞ്ഞിട്ടുണ്ട്, സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹ് പറഞ്ഞിട്ടുണ്ട്. ഈ 27-ാം രാവിന്റെ അതിന്റെ പുണ്യം തരണേ അല്ലാ. ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം ഒട്ടും കുറയാതെ ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദർ കടന്നു പോകുമ്പോ ഞങ്ങളൊക്കെ അത് മൈൻഡ് ചെയ്യാതെ പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. ഈ 27-ാം രാവിൽ മുഅ്മിനീങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. 27-ാം രാവിന്റെ പുണ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം ഒട്ടും കുറയാതെ നീ നഷ്ടപ്പെടുത്താതെ തരണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങളിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട സമയങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള പ്രതിപാദിച്ചിട്ടുള്ള സൂറത്തുൽ ഖദർ വളരെ ചെറിയൊരു സൂറത്താണ്. ആ സൂറത്ത് ഓതിയാലുള്ള പ്രതിഫലം നിരവധിയാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ അത് ഓതുന്നവന് ശഫാഅത്ത് നിൽക്കുമെന്നാണ്. മാത്രമല്ല ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ മരണസമയം വളരെ റാഹത്തിലും സന്തോഷത്തിലുമാകും. ഒരുപാട് പുണ്യങ്ങൾ കിട്ടും. മീസാൻ എന്ന തുലാസിൽ ഭാരം കൊണ്ടു ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിപ്രധാനപ്പെട്ട ഈ ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് പ്രാവശ്യം ആ സൂറത്തുൽ ഖദർ ഒന്ന് ഓതിയിട്ട് നമുക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا
أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر പരിപാവനമായ ഈ ഒരു രാവിൽ നമ്മളെല്ലാവരും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ്. കാരണം എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് നമുക്ക് ആർക്കും ഉറപ്പായിട്ട് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുമില്ല. ലൈലത്തുൽ ഖദർ ആണെന്ന് നമുക്ക് സംശയമുള്ള അല്ലെങ്കിൽ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഇന്നത്തെ ഈ രാവിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ പുണ്യം മുഴുവനും കിട്ടാൻ വേണ്ടി ഒരു ദിക്ർ എല്ലാവർക്കും ഒന്നിച്ച് പറയാം. അല്ലാഹു തആല ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ഇനി പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യം മുതൽ അവസാന സമയം വരെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത 4 കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് പറയുന്ന 2 കാര്യം അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്. രണ്ടാമത്തെ 2 കാര്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്. നമ്മൾ സാധാരണ പറയാറുള്ള ദിക്ർ ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്നിച്ച് പറയുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار إن شاء الله ഇനി നമ്മൾ പരിശുദ്ധമായ ഈ 27-ാം രാവിൽ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തൗബ ചെയ്യുക എന്നുള്ളത്. ആ തൗബയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ തൗബ ഏറ്റുപറയുക. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായി ഇത് നിങ്ങൾക്കറിയാമായിരിക്കാം, അത് സ്വന്തമായി പറഞ്ഞ് ഒരുപാട് കണ്ട് ദ്വാരക്കുക. ഇപ്പോൾ നമ്മളിവിടെ ദ്വാരക്കുന്നുണ്ട്, അതല്ലാതെ നിങ്ങൾ പ്രത്യേകം സ്പെഷ്യലായി നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം, ഭാര്യയുടെ കാര്യം, മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രത്യേകം ഒറ്റയ്ക്കിരുന്ന് ദ്വാരക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ഈ ഒരു സദസ്സിൽ നമ്മൾ തൗബ പറയുകയാണ്. അല്ലാഹു തആല നമ്മുടെ തൗബയെ, നമ്മുടെ ദിക്റിനെ, നമ്മുടെ മറ്റ് തസ്ബീഹുകളെ എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബയിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാ. അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. അപ്പോൾ നല്ല വൃത്തിയുള്ള സ്ഥലം, പള്ളിയാണെങ്കിൽ പള്ളി, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, നമ്മൾ നിസ്കാരപ്പായിലോ മുസല്ലയിലോ ഒക്കെ ഇരുന്നിട്ട് ഖിബിലക്ക് അഭിമുഖമായിട്ട് ഇരിക്കുക, വുളുവോടുകൂടി ഇരിക്കുക, ഔറത്തുകൾ മറക്കുക. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്, ഖേദിച്ച് മടങ്ങുകയാണ്. ആദ്യം തന്നെ പറയുക, എന്താ പറയേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 3 പ്രാവശ്യം അത് പറയുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 3 പ്രാവശ്യം നമ്മൾ ഇസ്തിഗ്ഫാർ ആത്മാർത്ഥതയോടുകൂടി പറയണം. എന്നിട്ട് വീണ്ടും പറയുക. എന്ത്? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
അൽ ഖദീം അൽ കരീം അർ റഹീം. പിന്നെ വീണ്ടും അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ അദ്നബ്തുഹു അംദൻ ഔ ഖത്അൻ ഔ സിർറൻ ഔ അലാനിയതൻ ഔ സഗീറൻ ഔ കബീറൻ വഅതൂബു ഇലൈഹി മിനദ് ദംബില്ലദീ അഅലമു വമിനദ് ദംബില്ലദീ ലാ അഅലമു ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അസ്തഗ്ഫിറുല്ലാഹ് അൻ ജമീഇ മാ കരിഹല്ലാഹു ഖൗലൻ വഫിഅലൻ വഅമലൻ വഖാതിറൻ വനാളിറാ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. ഇപ്പൊ നമ്മൾ ഇത്രയും അറബിയാ പറഞ്ഞത്. ഇനി അതിന്റെ മലയാളം നമ്മൾ പറയും, നല്ലതുപോലെ പറയും. ഞങ്ങളുടെ തമ്പുരാനേ, ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറന്നും മനഃപൂർവവും ചെയ്തു പോയ എല്ലാ ചെറുദോഷങ്ങളും എല്ലാ വൻദോഷങ്ങളും ഞങ്ങൾക്ക് നീ പൊറുത്ത് മാപ്പ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ ഖുർആനിൽ നീ പറഞ്ഞതുപോലെ അല്ലാഹുവേ ഞങ്ങൾ തൗബ ചെയ്യുന്നു അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഫുർഖാനിൽ അലീമാകുന്ന ഖുർആൻ കൽപ്പിച്ച പ്രകാരം ഖാസിലായ തൗബ ചെയ്ത് മടങ്ങുകയും ഇനിമേലാൽ യാതൊരു ദോഷവും യാതൊരു തിന്മയും യാതൊരു തെറ്റും ഞങ്ങൾ ചെയ്യുകയില്ല റഹ്മാനേ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ അറബിയുടെ മലയാളമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി വീണ്ടും വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ അല്ലാഹുവേ, ഞങ്ങൾ അനേകം കുറ്റങ്ങളും ദുർമര്യാദകളും ചെയ്തു പോയ പാപികളാകുന്നു അല്ലാഹ്. ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ട് വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പൊറുത്ത് കൃപ ചെയ്ത് തന്നില്ല എങ്കിൽ അല്ലാഹുവേ, തീർച്ചയായും കഠിനമായ നരകശിക്ഷയിൽ ഞങ്ങൾ വീണുപോകും അല്ലാഹ്. നിന്റെ കൃപ കൊണ്ടും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും അല്ലാഹുവേ, ജഹന്നമെന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്.
അത് വല്ലാത്തൊരു തൗബയാണ്. മനസ്സിൽ കൈവച്ച് ഇങ്ങനെ നമ്മളിത് കേട്ടിങ്ങനെ പറയുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരും. വീണ്ടും നമ്മൾ പറയണം വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത്. ഏതാണ് ആ ആയത്ത്? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അന്തൽ വഹാബ്. അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ തൗബയെ ഖബൂൽ ചെയ്തതിൽ പിന്നെ അതിനെ വിട്ട് നിന്റെ ശത്രുവായ ശൈത്വാൻ ഇബ്ലീസിനെ കൊള്ളേ അല്ലാഹുവേ, ഞങ്ങളെ നീ തട്ടിമാറ്റണേ അല്ലാ. നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓശാരമായി തരണേ അല്ലാ. ഇപ്പോ ഖുർആനിലെ 2 ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു ദിക്ർ കൂടി പറഞ്ഞാണ് തൗബ അവസാനിപ്പിക്കുന്നത്. ഒന്നിച്ച് പറഞ്ഞേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അതു ഇൻഷാ അല്ലാഹ്. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ നീ ഈമാനോടുകൂടി ജീവിപ്പിച്ച്, ഈമാനോടുകൂടി മരിപ്പിച്ച്, ഈമാനോടുകൂടി ഖബറിൽ അടക്കം ചെയ്ത് ആ ഖബറിൽ നിന്നും രണ്ടാമത് ഹയാത്ത് നൽകി ആഖിറത്തിലേക്ക് മഹ്ശറയിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുവരുമ്പോ ഞങ്ങളുടെ നന്മയും തിന്മയും എഴുതിയ കിതാബ് ഞങ്ങളുടെ വലത് കയ്യിൽ നീ വെച്ച് തരേണമേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല. നീ ഏകനാകുന്നു, നിനക്കൊരു പങ്കുകാരുമില്ല. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ റസൂലാണ്, നിന്റെ അടിമയാണ്. ഈ പറഞ്ഞ കാര്യത്തിന്റെ മേൽ റബ്ബേ ഞങ്ങൾ ജീവിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ മരിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ ആ മരണത്തിന് ശേഷവും നിന്റെ അടുക്കലേക്ക് വരുമ്പോ ഈ വിശ്വാസമായിട്ടായിരിക്കും വരിക. അല്ലാഹുവേ, മുസ്ലിമായി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ മൊത്തത്തിലെ ഏകദേശ അർത്ഥം. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി അസ്തഗ്ഫിറുല്ലാഹ് 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 ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത് ഒറ്റ പ്രാവശ്യമല്ല, ഇതിങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇത് 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ആവർത്തിച്ച് പറയുക. അല്ലാഹു തആല ഈ തൗബ ചെയ്ത് നമ്മുടെ പാപങ്ങൾ പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഒരു വിചാരണയുമില്ലാതെ കടക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ച തമ്പുരാൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ തൗബ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അള്ളാഹിനോട് പറഞ്ഞു ദ്വാരക്ക. എങ്ങനെയാ? ഇൻഷാ അല്ലാഹ് ഇപ്പൊ നമ്മൾ ചെറിയതായിട്ടൊരു ദ്വാരക്കയാണ്. പിന്നെ നിങ്ങൾ ഈ ദ്വാക്ക് ആമീൻ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായിട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദ്വാ ചെയ്യുക. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അർഹമുർ റഹീമീനായ അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ, പരിശുദ്ധമായ ഈ റമളാനിൽ അതിശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റമളാനിന്റെ 27-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്.
റഹ്മാനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, ഒരുപാട് മോശത്തരങ്ങൾ ചെയ്തവരാണ്. കണ്ണുകൊണ്ട് ഹറാമ് കണ്ടു അല്ലാ, കാതുകൾ കൊണ്ട് കേട്ടു, നാവുകൾ കൊണ്ട് പറഞ്ഞു, ഹൃദയം കൊണ്ട് ചിന്തിച്ചു, കൈകൾ കൊണ്ട് പിടിച്ചു, കാലുകൾ കൊണ്ട് നടന്നുപോയി. റബ്ബേ, എല്ലാ തരത്തിലുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായും ആദ്യം ചെയ്തതും അവസാനം ചെയ്തതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനെ നിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് മർഹമത്ത് കൊണ്ട് ഈ റമദാനിന്റെ പോരിശ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ തൗബ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും, ഞങ്ങളുടെ പാപങ്ങളും, ഞങ്ങളുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, സഹോദരന്മാർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ആരെല്ലാം എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എല്ലാവരുടെയും തെറ്റുകൾ നീ വിട്ടുപുറത്ത് മാപ്പ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെന്നും മരണപ്പെട്ടു എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും ഖബർ നീ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യണേ അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് റമദാനിൽ മാത്രമല്ല മറ്റു മാസങ്ങളിലൊക്കെ ഞങ്ങൾ പറയുന്ന ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് പേര് കമന്റ് എഴുതുന്നുണ്ട്. ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ്, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞ്, ഒരുപാട് പ്രതിസന്ധികൾ പറഞ്ഞ്, രോഗങ്ങളുടെ കാര്യം പറഞ്ഞ്. റബ്ബേ പടച്ചവനെ, ആരെല്ലാം എന്തെല്ലാമാണ് വിഷമത്തിലുള്ളത്, സങ്കടത്തിലുള്ളത് നിനക്കറിയാം. എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ മാറ്റി സമാധാനം ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും തരണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. ഈ 27-ാം രാവിലെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ പരിപൂർണമായി സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഇത്രയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അവസാനം ഇതൊന്നും സ്വീകരിക്കാതെ ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്ന ഒരവസ്ഥ, അതിനെ തൊട്ടെല്ലാം നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും തരണേ അല്ലാ. ഈ പരിശുദ്ധമായ റമദാനിൽ ഞങ്ങൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ഈ റമദാൻ അനുകൂലമാക്കി തരണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസിൻ്റെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞ ഒരു മജ്ലിസാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയും കൂടി ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ചൊല്ലിയ ദിക്റും സ്വലാത്തൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളിനി ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹോദരിമാരും ഉമ്മമാരും ഒക്കെ നേരിട്ട് പറഞ്ഞും ഫോണിൽ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കമൻറ്റായൊക്കെ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഇന്നത്തെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ദ്വാരക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദ്വായിനെ, നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങളെ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമുർറാഹിമീനായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ് റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, ഒരുപാട് തെറ്റുപാടുകൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയി എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, അവർക്കും ഞങ്ങൾക്കും സ്വർഗ്ഗത്തിൽ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ തരണേ അല്ലാഹ്. വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ 3-ാമത്തെ 10-ലാണല്ലോ ഞങ്ങളുള്ളത്. അതിന്റെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ ഞങ്ങളിലൂടെ കടന്നു പോവുകയാണ്. റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ബറക്കത്തിലും ഖൈറിലും ആക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഈ പരിശുദ്ധമായ റമദാനിൽ അതിന്റെ അവസാനത്തെ 10-ൽ ഞങ്ങൾ നരകമോചനം ചോദിക്കുകയാണ്. നരകത്തിൽ നിന്നും മോചനം തരണേ അല്ലാഹ്. സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങളെ എല്ലാവരെയും നീ സന്തോഷത്തോടു കൂടി കടന്നു പോവാനുള്ള തൗഫീഖിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രതികൂലമായി പോകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഇന്നത്തെ മജ്ലിസിൽ ദുആ ഇറക്കാൻ പറഞ്ഞ ഒരുപാട് സാധുക്കളായ ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദരിമാര്, സഹോദരങ്ങൾ. റഹ്മാനെ, അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീ മാറ്റി തരണേ അല്ലാഹ്. ഒരുപാട് പേര് രോഗികളാണ്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരാണ്, വീടുകളിൽ കഴിയുന്നവരാണ്. റഹ്മാനെ, സ്വന്തമായി മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും, അത് വൃത്തിയാക്കാൻ പോലും കഴിവില്ലാതെ റഹ്മാനെ കിടന്ന കിടപ്പിൽ ഒരുപാട് നാളുകളായി നരകയാതന സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. റഹ്മാനെ, അവർക്കെല്ലാവർക്കും നീ ഖൈർ എന്താണോ അത് നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നോക്കി 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 അവസാനം ഈ വാപ്പ എന്താ മരിക്കാത്തത്, ഈ ഉമ്മ എന്താ മരിക്കാത്തതെന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരെ ഞങ്ങളെ ആരെയും നീ എത്തിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധത്തിൽ കിടപ്പിലായി പോകുന്ന അസുഖങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ക്യാൻസർ തരല്ലേ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാഹ്. മാരകവുമല്ലാത്തതുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഇന്നത്തെ മജ്ലിസിൽ ആരെല്ലാം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവരെയും നീ കാക്കണേ അല്ലാഹ്. ഈ ആമീൻ പറയുന്ന പാവപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ നീ കാക്കണേ റഹ്മാനെ. കമന്റ് എഴുതുന്ന ഒരുപാട് സാധുക്കളായ ഉപ്പമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങൾ, ഉമ്മമാര്, എല്ലാവരെയും എല്ലാവിധ രോഗങ്ങളെ തൊട്ടും നീ സംരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സ്വന്തമായി വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, അതുപോലെ വാഹനമില്ലാത്തവരുണ്ട്, സ്വന്തമായി ഖൈറായ ഒരു ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. റബ്ബേ, എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ ഒരുപാട് ചെറുപ്പക്കാർ
ചെറുപ്പക്കാരികൾ ദ്വാരക്കാൻ പറഞ്ഞു. ഖൈറായ ഇണകളെ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഗർഭിണികളായ ഒരുപാട് സഹോദരിമാർ ഞങ്ങളുടെ കുടുംബാദികളിലുണ്ട്. റബ്ബേ, അവർക്കെല്ലാവർക്കും നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആൺ പെൺ സന്താനങ്ങളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി വളർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, മക്കൾ കാരണം കണ്ണീര് കുടിക്കേണ്ടി വരുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. ഇന്ന് മക്കളൊക്കെ കഞ്ചാവിന്റെ അടിമയാണ്, മറ്റു മോശത്തരത്തിന്റെ അടിമയാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അത്തരത്തിലുള്ള എല്ലാ ദുശീലങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ വിശുദ്ധമായ റമളാൻ, ഈ റമളാൻ 1 മുതൽ ഈ ദിവസം വരെ മുടങ്ങാതെ ഞങ്ങളുടെ ഈ മജ്ലിസ് കാണുന്ന, ഈ ദിക്റിന്റെ തസ്ബീഹിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരുപ്പമാര്, ഞങ്ങളുടെയും അവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാ. മാനസികമായ സാമ്പത്തികമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങൾക്കുള്ള സമ്പത്തിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളൊക്കെ റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റ് വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാൻ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യുന്നവരാണ്. അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാരുടെ സേവനങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കച്ചവടങ്ങളിൽ നീ ഖൈറും സലാമത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. നാട്ടിലുള്ള ഞങ്ങളുടെ മക്കൾ, വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾ, റഹ്മാനെ, എല്ലാവരുടെയും ജോലികളിൽ നീ സലാമത്തും ബറക്കത്തും കൊടുക്കണേ റഹ്മാനെ. പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, അവരുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഈ വിശുദ്ധമായ റമളാൻ, ഈ റമളാൻ ഞങ്ങൾ ചെയ്തിട്ടുള്ള എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. ഇന്നത്തെ മജ്ലിസിൽ ആരെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞു, എല്ലാവരെയും നീ ഏറ്റെടുത്തവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ പാപികളായ ദോഷികളായ ഈ പാവപ്പെട്ട ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. നരകമോചനം തരണേ അല്ലാ. സ്വർഗപ്രവേശനം തരണേ അല്ലാ. നിന്റെ മാപ്പ് ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മുൻഗാമികൾ, അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്, വലുതാക്കിയത്. റഹ്മാനെ, ആരെല്ലാം മരണപ്പെട്ടു പോയോ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അഭിമാനം നൽകണേ അല്ലാ. ഫലസ്തീനിലെ, ഗസയിലെ, അതുപോലെ ലോകത്തിന്റെ ഒരുപാട് സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരുപാട് പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ് മുസ്ലിമീങ്ങൾ. നിന്റെ സഹായം നീ തടഞ്ഞു വെക്കല്ലേ അല്ലാ. നിന്റെ സഹായം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഹിഫാദത്തിന്റെ മലക്കുകളെ കൊണ്ട് നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വിശുദ്ധമായ റമളാനിൽ ഒരുപാട് ഇബാദത്ത് ചെയ്തവരുണ്ട്. സുന്നത്ത് നിസ്കരിച്ചവര്, ഫർള് നിസ്കരിച്ചവര്, അതുപോലെ തന്നെ നോമ്പുകൾ ഒട്ടും മുടങ്ങാതെ പിടിച്ച ആളുകളുണ്ട്. ഒരുപാട് സക്കാത്ത് കൊടുത്തവര്, സ്വതക്ക് കൊടുത്തവര്, ഹദിയ കൊടുത്തവര്, റഹ്മാനെ, നോമ്പ് തുറപ്പിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഇഅ്തികാഫ് ഇരുന്നവര്, ഖുർആൻ ഓതിയവര്, അല്ലാഹുവേ, നല്ലത് പറഞ്ഞവര്, നല്ലത് കേട്ടവര്, എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. നീ റമളാനിന് അനുകൂലമാക്കണേ അല്ലാ. പ്രതികൂലമാകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാൻ. അല്ലാഹുവേ, റമളാനെ ഞങ്ങൾ പരസ്പരം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്നേഹബന്ധങ്ങൾ നീ നിലനിർത്തി തരണേ അല്ലാ. കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ. പിണക്കങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇണക്കം തരണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ജഅൽ ഹാദാ അശ്ശഹ്റൽ അളീം റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم.
വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. ഈ മജ്‌ലിസിന്റെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്നത്തെ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ എന്നാലും സംശയം തീരാത്ത ഒരു സബ്ജക്റ്റാണ് തസ്ബീഹ് നമസ്കാരം. കാരണം വർഷത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം, പ്രത്യേകിച്ച് 27-ാം രാവിലെ മാത്രം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമായി നമ്മൾ മാറ്റി. എന്തിനെ? തസ്ബീഹ് നമസ്കാരത്തെ. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റിയാൽ ഖൈറാൻ. അപ്പോൾ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണം, അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതിൻ്റെ നിയ്യത്ത്, അതിൻ്റെ സൂറത്ത്, അതിൻ്റെ ഏത് ദിക്റാണ് പറയേണ്ടത്, എത്ര പ്രാവശ്യം വെച്ചാണ് ദിക്ർ പറയേണ്ടത്, അതുപോലെ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ ഇടയിൽ വുളു മുറിഞ്ഞാൽ വുളു എടുക്കാതെ നിസ്കാരം പൂർത്തിയാക്കാമോ, തുടങ്ങി ഒരുപാട് സംശയങ്ങൾ. പുരുഷന്മാർക്ക് മാത്രമുള്ള നിസ്കാരമല്ലേ, സ്ത്രീകൾ ഇത് നിസ്കരിക്കേണ്ടതുണ്ടോ തസ്ബീഹ് നമസ്കാരം എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി വിശദമായി പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. തസ്ബീഹ് നമസ്കാരം ഇനി ഒരു സംശയവും വേണ്ട. ഈ വീഡിയോ കണ്ടു നോക്കൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.